നമ്പറിൽ 72 വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. ഈ കാണുന്ന വീടാണ് ആ 7-ാം നമ്പർ വീട്. പാലക്കാട് ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ 72 വോട്ടുകൾ അനധികൃതമായി ചേർത്തതായി പരാതി. കൃത്യമായ രേഖകളില്ലാതെ വോട്ടർ പട്ടികയിൽ ആളുകളെ ഉൾപ്പെടുത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിനെതിരെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ CPM മൗനം പാലിക്കുന്നു എന്നതിന്റെ ഉത്തരമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ അന്തിമ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ വോട്ടർ പട്ടികയിൽ 7-ാം നമ്പർ വീട്ടിൽ 7/7 എന്ന നമ്പറിൽ 72 വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. ഈ കാണുന്ന വീടാണ് ആ 7-ാം നമ്പർ വീട്. 7-ാം നമ്പർ വീട് ഭാഗികമായി പൊളിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇവിടെ താമസക്കാർ നിലവിലില്ല. ഇവിടെ താമസിക്കുന്ന ആളുകൾ കുറച്ച് മാറി ഒരു 100 മീറ്റർ അപ്പുറത്ത് പുതിയതായി താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ വീട്ടിൽ ആൾ താമസമില്ലാത്ത വീട്ടിലാണ് ഈ 72 വോട്ട് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ പഞ്ചായത്തുമായി സമീപിച്ചപ്പോൾ ആ 6 വോട്ടേഴ്സിൻ്റെ രേഖകൾ മാത്രമേ അവിടെ ഞങ്ങൾക്ക് പരിശോധനയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ ആരുടെയും പ്രോപ്പറായിട്ടുള്ള ഒരു രേഖയും ഇല്ലാതെയാണ് അവർ ചേർത്തിരിക്കുന്നത്. നോക്കിയപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടവണ് ഞങ്ങൾ ചേർത്തെന്നാണ് പറയുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും തന്നെ ഇതുപോലൊരു സൗകര്യം അവിടെ ചെയ്തിട്ടില്ല. എല്ലാ വോട്ടേഴ്സിൻ്റെയും ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള മുഴുവൻ ഡോക്യുമെൻറ്റുകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുള്ളൂ. പക്ഷേ ഈ 72 സംബന്ധിച്ച് ഇതിൽ 66 പേരുടെയും പ്രോപ്പർ രേഖകൾ ഇല്ലാതെയാണ് ചേർത്തിരിക്കുന്നതെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമകരമായ ഒരു പ്രശ്നമുള്ളത്. ഇതിൽ ആര് ചേർത്തതാ, ഏത് പാർട്ടിക്കാർ ചേർത്തതാ? അത് ഞങ്ങൾ കൃത്യമായി ഏത് പാർട്ടിക്കാരും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അത് നമുക്കത് കൃത്യമായി പറയാൻ കഴിയില്ല ആരാ ചേർത്തതെന്നുള്ളത്. അത് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആരാണെന്നുള്ള കാര്യം അധികാരികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ വോട്ടർമാരായ ആളുകളൊക്കെ നിങ്ങൾ അറിയുന്ന ആളുകളാണോ? കുറേ ആളുകൾ ഈ പരിസരത്തുള്ളവരും പുറത്തുള്ള ആളുകളുണ്ട്. മുഴുവൻ ആളുകളെയും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർ വ്യക്തമായ രാഷ്ട്രീയം ഏതാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ ചേർത്ത പരിപാടികൾ ശരിയായില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുപോലെ ഭരിക്കുന്നത് CPM ആണ് കൊടുമ്പ് ഭരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി ചെയ്തതാണ്. അതുകൊണ്ട് CPM ആയിരിക്കാനുള്ള സാധ്യത ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പട്ടിക ഇറങ്ങിയ ശേഷം പഞ്ചായത്തിൽ നിന്ന് അധികൃതർ പറഞ്ഞിരുന്നു വാർഡിൻ്റെ മാപ്പും അതുപോലെ തന്നെ അതിരും നിശ്ചയിക്കുന്ന രേഖകളുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ ഇതിന് രേഖകൾ മാപ്പ് ശരിയല്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു. മാപ്പും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ സർവകക്ഷി യോഗം വിളിക്കുകയുണ്ടായി. സർവകക്ഷി യോഗം വിളിച്ചിട്ട് അവർ പറഞ്ഞത് മാപ്പ് തെറ്റാണ്, അതിര് പ്രകാരം വോട്ട് ചേർക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിര് പ്രകാരം വോട്ട് ചേർത്തു. സർവകക്ഷി യോഗത്തിൽ അംഗീകരിച്ച് അതിര് പ്രകാരം വോട്ട് ചെയ്തു. പക്ഷേ വോട്ടർ പട്ടിക ലാസ്റ്റ് അന്തിമ പട്ടിക വരുന്ന സമയത്ത് ഇങ്ങനെയല്ല വന്നിട്ടുണ്ടായിരുന്നു. കാരണം പല വാർഡുകളിൽ നിന്നും ഇപ്പോൾ 1-ാം വാർഡിൽ നിന്ന് 100 വോട്ട് 2-ാം വാർഡ് നിലനിർത്തിയും 2-ാം വാർഡിൽ നിന്ന് വോട്ടുകൾ മുഴുവൻ 3-ാം വാർഡിലോട്ടും 3-ാം വാർഡിൽ നിന്ന് 4-ാം വാർഡിലോട്ടും ഷിഫ്റ്റിംഗ് ഒരുപാട് നടന്നിട്ടുണ്ട്. ഏകദേശം പഞ്ചായത്തിന് 1500 രൂപ ഷിഫ്റ്റിംഗ് ആണ്. അതിനുവേണ്ടി ഒരു ബുക്ക് തന്നെ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത രേഖകളൊന്നും ഇവർ അംഗീകരിച്ചിട്ടില്ല. എല്ലാം തന്നിഷ്ടപ്രകാരം. ഷിഫ്റ്റിംഗ് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടുള്ള ഷിഫ്റ്റിംഗ് ആണോ? തീർച്ചയായും. കാരണം പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. അപ്പോൾ അവരുടെ ഒത്താശയ്ക്ക് വഴങ്ങി കൊടുത്താണ് അവിടുത്തെ ജീവനക്കാർ അതിനുവേണ്ടി വഴങ്ങി കൊടുത്ത് രാത്രിയും അതുപോലെ രാവിലെ 9 മണി മുതൽ ഓഫീസ് തുറന്ന മുമ്പും അതുപോലെ രാത്രി വൈകി 9 മണി വരെയൊക്കെയാണ് അവിടെ വർക്കിംഗ് നടന്നിട്ടുണ്ടെന്ന്. കാരണം അവിടുത്തെ ജീവനക്കാരുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഒത്താശകളാണ്